ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ പറയണം കേട്ടോ. ഇന്നിപ്പോൾ ഞങ്ങൾ ചെറായി ബീച്ചിലാണ് വന്നേക്കണേ. ഞങ്ങൾ ക്രിസ്മസിൻ്റെ അന്ന് രാത്രിയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ ഒരു വൈബാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തേക്കണത്. അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പം എല്ലാവരും ഫുള്ള് വീഡിയോ കാണണം കേട്ടോ. ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ മോളെ. ഞങ്ങളിത് എങ്ങനെ ഇവിടെ എത്തി? എല്ലാവരും ഉണ്ട്. ഞങ്ങള് കണ്ടോ, നല്ല തിരക്കാണ്. നല്ല തിരക്കാണ് ഗയ്സ്. ഇത് ചെറായി ബീച്ചാണേ. മാമ ഹായ് പറയൂ. മാമ ഹായ്. നല്ല ഊരിക്കോ മോനക്കെല്ല തൊട്ടിയൂഞ്ഞാലാണ് ദാറ്റത്ത് കാണുന്നത്. കണ്ടോ, അത് മുസിരിസ് ബീച്ചിൽ ഇത് നടപ്പുണ്ട്, അവിടത്തെയാണ് ആ കാണുന്നത്. വോയിസ് ഓവർ എന്തോ വാങ്ങുന്നു അവിടെ. ക്ലാരിറ്റി ഇതിന്റെ നടക്കോ ചെരുപ്പുണ്ടേ. നല്ല ഭംഗി, എന്ത് രസാ.
ഈ കളർ ഒരാൾ ചോദിക്കണം. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ ഇറങ്ങിയിട്ട് കുറേ നടന്നു കേട്ടോ. അവിടെ സ്റ്റേജൊക്കെ കെട്ടിയിട്ട് അവിടെ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറേ പാട്ട്, ഡാൻസ് അങ്ങനെയൊക്കെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടന്ന് സൗണ്ട് കേട്ടാണ് അങ്ങോട്ട് നടന്നത്. കുറേ നടന്ന് അന്നത്തെ ദിവസം. കാരണം ഞങ്ങൾ ആ ഓട്ടോക്കാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നത്. പക്ഷെ ഞങ്ങൾ അകത്തോട്ടേക്ക് ഓട്ടോ കയറാൻ പറ്റില്ല. എന്നിട്ട് ഓട്ടോ കുറേ ദൂരെ നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്നേ നടന്ന് വന്ന്. എന്നിട്ട് പിന്നെ ബീച്ചിലോട്ട് കയറിയിട്ട് അവിടെ നല്ല തിരക്കായിരുന്നു, ഫുള്ള് തിരക്കായിരുന്നു. അവിടെ ഞങ്ങൾ തിരിച്ച് പോരുന്ന സമയത്ത് ഒരു കുട്ടിയെയൊക്കെ കാണാതായിട്ടുണ്ട്. അവിടെ അവർ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. തിരക്കിങ്ങനെ ലേറ്റാവും തോറും തിരക്ക് കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പതിയെ പോന്നു. ഇനി നിന്നാൽ ശരിയാവില്ല എന്ന് ഓർത്തിട്ട് പോന്നു. പക്ഷെ ഞങ്ങൾ വന്ന ഓട്ടോയൊക്കെ തിരിച്ച് പോയിട്ടാണ്. എന്നിട്ട് ഞങ്ങളൊരു 15 അരമണിക്കൂറോളം നിന്നിട്ടുണ്ട് അടുത്തൊരു ഓട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. ജംഗ്ഷനിലോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞാൻ നേരത്തെ അവിടെ നിന്ന് നേരെ കാണിച്ചത് അത് മുസിരിസ് ബീച്ചിലാണ്. ഏതാണ് മറ്റേ തൊട്ടി ഊഞ്ഞാലെന്ന് പറയില്ലേ, അതാണ് ആ കണ്ടത്. അവിടെ 10 വർഷത്തിന് ശേഷമാണ് മുസിരിസിൽ ഇപ്പം അവിടെ പരിപാടി നടക്കുന്നത്. ചെറായിൽ ഇത് ഇനി ന്യൂ ഇയർ വരെ ഉണ്ടാവും. അവിടെ ന്യൂ ഇയർ വരെ മിനി പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും എന്നിങ്ങനെ ഓരോരോ പ്രോഗ്രാമുകളൊക്കെ പറയുന്നുണ്ട്. അവിടുത്തെ പാട്ടിനനുസരിച്ച് ഇങ്ങനെ അവർ ഡാൻസ് ചെയ്യണ് ഓരോരുത്തരിങ്ങനെ. അത് ആ പാട്ടിൻ്റെ ആ ഒരു സ്പീഡും ഇതും കൂടുന്നതനുസരിച്ച് ആളുകൾക്ക് ആ ഒരു ആവേശം ഇങ്ങനെ കൂടിക്കൊണ്ട് നിന്നപ്പോൾ ഞങ്ങൾ പതിയെ അവിടെ നിന്ന് പോന്നു. ഇനി അവിടെ അധികം പിള്ളേരായിട്ട് നിന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോന്നു. കാരണം ഐസാന എടുത്തിട്ട് അവൾ ഒക്കത്തിരിക്കണില്ല. നിലത്ത് നിർത്തി കഴിയുമ്പോൾ അതിൻ്റെ ഇടയിലോട്ടൊക്കെ ഓടിപ്പോണ്. പിന്നെ അവർ മറ്റേ സാധനങ്ങൾ ലൈറ്റിൻ്റെ PP, വാള്, ഹെയർ ബാൻഡ് അങ്ങനെ ലൈറ്റൊക്കെ കത്തുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വരുമ്പോൾ അത് വേണം. അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വാശി പിടിക്കണ്. അങ്ങനെയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അധികം നിന്നില്ല, അവിടെ നിന്ന് തിരിച്ചു പോന്നു. എന്നാലും അത്യാവശ്യം ഒരു 2 മണിക്കൂർ, ഒരു 2.5 മണിക്കൂറോളം ഞങ്ങൾ ചെറായി ബീച്ചിൽ സ്പെൻഡ് ചെയ്ത് തന്നു.
ക്രിസ്മസിൻ്റെ അന്ന് രാത്രി. ന്യൂ ഇയറിനൊക്കെ അടിപൊളി പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ചെറായിൽ. അടുത്തുള്ളവർക്കൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ എൻജോയ് ചെയ്യുക, പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും. ആൾക്കൂട്ടവും അതിൻ്റെ ഇടയിൽ കൂടി പട്ടികളും കൂടിയൊക്കെ ആയപ്പോൾ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മളെവിടെയെങ്കിലും ഒരു സൈഡ് ഒതുങ്ങിയൊക്കെ ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പട്ടികൾ വരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഇരുന്ന സ്ഥലത്താണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുകയായിരുന്നു, ഇതാ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് 3 പട്ടികൾ കൂടി തല്ല് കൂടിയിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ച്. അപ്പോൾ ഞങ്ങൾ മതി. അപ്പോൾ അതിനിടയിൽ ഞാനൊരു കുഞ്ഞിപ്പപ്പാനീനെ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണത്. ഞാൻ പപ്പാനിയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആൾ നടന്നു പോകണുണ്ടായിരുന്നു അറ്റത്ത്. അവിടെ വെച്ചേക്കണ പാട്ടിനനുസരിച്ച് ഐസ ഡാൻസ് കളിക്കണേണ്. ആ സ്റ്റെപ്പ് ഇടും, ഓടി വരും, പിന്നെ ഐസ്ക്രീമിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെയും പോവും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആൾ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് അതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് പിന്നെയും വരുന്നതായിരിക്കും. ഞാൻ വീണ്ടും പറയണേണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാ പിന്നെ കാണാം. ഓക്കെ, ബൈ.